ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വോട്ടിംഗ് ഒക്കെ ഇതാ ചൊവ്വാഴ്ചയിലോട്ട് എത്തിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഉച്ചയോടെ എടുക്കുമ്പോൾ അടിപൊളി മാറ്റങ്ങൾ തന്നെ വോട്ടിംഗിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ ഈ ആഴ്ച വിട പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ബിഗ് ബോസ് ആരാധകര്. 15 പേര് നോമിനേഷന് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച എവിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ആഴ്ച 2-3 കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. 5 വൈൽഡ് കാർഡ് എൻട്രികൾ കൂടി വന്നുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇപ്പോഴത്തെ ഷോയ്ക്ക് അടിമുടി മാറ്റങ്ങൾ വരികയും ഗ്രൂപ്പിസത്തിനെ മൊത്തം അടിമുടി പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് തകർച്ചയിലെന്നും നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. രഫ്യൂ ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ നേരിയ മാറ്റങ്ങൾ വന്നേക്കാം. എങ്കിലും ഈ ഒരു മണിക്കൂറിൽ 1ാം സ്ഥാനത്ത് അനുമോളെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അനുമോളുടെ ഫാൻ പവർ ഓരോ മണിക്കൂറിലും കൂടിക്കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 1,13,895 വോട്ടുകളുമായിട്ട് അനുമോൾ 1ാമത് നിൽക്കുമ്പോൾ 2ാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അനീഷേട്ടനെയാണ്. അനീഷേട്ടനും നല്ല രീതിയിലുള്ള വോട്ടുകളൊക്കെ സ്വന്തമാക്കി അനീഷേട്ടന്റെ നല്ലൊരു കടുത്തൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. 1,06,638 വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 3ാം സ്ഥാനത്ത് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആതിര നൂറ ജോഡികളെ സെപ്പറേറ്റ് ആയപ്പോഴും വോട്ടിങ്ങിലും കണ്ടന്റിലും ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന നോറേനെയാണ്. നൂറയുടെ വോട്ട് 1,00,000 അടുക്കുകയാണ്. 94,684 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി നല്ലൊരു വെല്ലുവിളി മറ്റു കണ്ടസ്റ്റന്റിനെ കൊടുക്കുമ്പോൾ 4ാം സ്ഥാനത്തേക്ക് ഇത് ഷാനവാസിക്ക് ഇത് അട്ടിമറി മുന്നേറ്റം നടത്തി വരുന്നൊരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. 87,000 വോട്ട് വരുന്നത് 87,530 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ 4ാം സ്ഥാനത്ത് ആതിര എത്തുകയാണ്. എന്തെങ്കിലും ആ ഒരു ഗ്യാങ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വോട്ടിങ്ങിൽ എങ്ങനെയാണോ പ്രേക്ഷകർ ആ ഒരു ഗ്യാങ് വൈസ് വോട്ട് ചെയ്യുകയാണ്. 84,162 വോട്ടുകളുമായിട്ടാണ് ആതിര ഇപ്പോൾ നിൽക്കുമ്പോൾ 6ാം സ്ഥാനത്താണ് നിലവിൽ നമുക്കിപ്പോൾ ജിസേലിനെ കാണാൻ സാധിക്കുക. ജിസേലിന് ഒരു ഉയർച്ച ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അതേസമയം ഒരു ഡൗൺ ആയി പോകുന്നുമില്ല. 6ാം സ്ഥാനത്ത് ഇങ്ങനെ സേഫ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജിസേൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അത് പോസിറ്റീവ് നെഗറ്റീവ് സൈഡുകളും പറഞ്ഞ് കണ്ടന്റുകളായിട്ട് വരുന്നുണ്ട്. 82,027 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ നിലവിൽ 7ാം സ്ഥാനത്തേക്ക് ഒരു കുതിച്ചുകയറ്റം നടത്തിയിരിക്കുന്ന അക്ബറിക്കാണ്. അക്ബറിന് കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന യാതൊരു മടിയുടെ നല്ല മുന്നേറ്റങ്ങളും കാഴ്ചവെക്കുന്നുണ്ട്. 73,899 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 9ാം സ്ഥാനത്ത് ആരം നോക്കുകയാണെങ്കിൽ 8ാം സ്ഥാനത്ത് ആരം നോക്കുകയാണെങ്കിൽ അത് ആര്യനാണ്. ആര്യന്റെ വോട്ട് ഇടിവ് ചില സമയങ്ങളുണ്ടെങ്കിലും ഇപ്പോഴും സേഫ് സോണിൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച എവിക്റ്റായി പുറത്തു പോകേണ്ട ഒരു കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് പിടിച്ചു നിർത്തി ഇത്രയും നോമിനേഷൻ ഇട്ടതിന്റെ കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 70,000 വോട്ട് വരുന്നത് 70,931 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 9ാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് ഇപ്പോഴത്തെ രേണുവിനെ കാണാൻ സാധിക്കുക. രേണുവിന് നേരിയ വോട്ടിംഗ് തകർച്ച ഉണ്ടെങ്കിലും ഈ ആഴ്ച സേഫ് ആവുമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് വോട്ടിങ്. 69,356 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ റെന ഫാത്തിമയാണ് നിലവിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കൂട്ടത്തിലെ ചീവീടായിട്ട് മാറിയ റെന ഫാത്തിമ വൈൽഡ് കാർഡ് എൻട്രികളോടുകൂടി കുറച്ചൊക്കെ ഒന്ന് സൈലന്റ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 62,000 വോട്ട് വരുന്നത് 62,708 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 11ാം സ്ഥാനത്ത് അഭിലാഷാണ്, നമ്മുടെ അബീനെയാണ് കാണാൻ സാധിക്കുന്നത്. അബിക്ക് നേരിയ തോതിലുള്ള വോട്ടിംഗ് തകർച്ചകൾ ഉണ്ടെങ്കിലും ഡേഞ്ചർ സോൺ എന്ന് പറയാൻ സാധിക്കത്തില്ല. 56,157 വോട്ടുകളുമായിട്ട് സേഫിലോട്ട് മാറാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ 12ാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് ഒനീലിനെയാണ്. ഒനീലിന് വോട്ടിംഗ് തകർച്ചകൾ തന്നെ കഴിഞ്ഞ മണിക്കൂറുകൾ അപേക്ഷിച്ച് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു കണ്ടസ്റ്റന്റാണ്, അതേസമയം കണ്ടന്റ് കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോവുകയാണ് ഒനീൽ. 48,000 വോട്ട് വരുന്നത് 48,215 വോട്ടുകളുമായിട്ടാണ് ഒനീൽ നിൽക്കുമ്പോൾ ശൈത്യയുടെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ ഹൈലൈറ്റ്. കഴിഞ്ഞ മണിക്കൂറുകളിലെ ആദ്യം 1-2 ദിവസം വോട്ടിംഗ് തുടങ്ങിയപ്പോൾ ശൈത്യ വോട്ടിംഗ് പുറകോട്ട് പോയെങ്കിലും ശൈത്യ തുടങ്ങിയവരുടെ വേർപിരിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വോട്ടുകൾ പിടിക്കാൻ ശൈത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 45,362 വോട്ടുകളുമായിട്ട് സേഫിലോട്ട് മാറാൻ സാധിക്കുമ്പോൾ 14ാം സ്ഥാനത്തേക്ക് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന അപ്പാനി ശരത്തിനെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പാനിക്ക് വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് തകർച്ച കഴിഞ്ഞ മണിക്കൂറുകൾ അപേക്ഷിച്ച് ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. 44,000 വോട്ട് എടുത്ത് 44,890 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള 15ാം സ്ഥാനത്ത് ബിന്നി എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ബിന്നിക്ക് യാതൊരുവിധ വോട്ടിംഗ് മുന്നേറ്റം ഇതുവരെ കാഴ്ചവെക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ വരും മണിക്കൂറിലെങ്കിലും ബിന്നിക്ക് മുന്നേറാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രേക്ഷക സപ്പോർട്ട് ഒരു സീരിയൽ ആക്ട്രസ് കൂടിയായിട്ട് വരും ഈ ഒരു കണ്ടസ്റ്റന്റുമായിട്ടുള്ള വോട്ടിങ്ങിൽ പരാജയപ്പെട്ടു പോവുകയാണ് ബിന്നി. 40,636 വോട്ടുകളാണ് ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു പൊസിഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാമെങ്കിൽ ഓരോരുത്തരുടെയും പൊസിഷൻസ് വലിയ മാറ്റങ്ങൾ വരികയില്ല. എന്തൊക്കെയാണ്
ഇനിയും വോട്ടിംഗ് അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മികച്ച കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിച്ച ഇവർക്ക് ഇനി ബിഗ് ബോസ് ഹൗസിനകത്ത് തുടരാൻ സാധിക്കുന്നതായിരിക്കും. എന്നൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നതെന്നും ആരൊക്കെയായിരിക്കും പരാജയപ്പെട്ട് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന് വെളിയിലോട്ട് പോകുന്നതെന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയെ നിങ്ങൾ ഹൗസിൽ പിടിച്ചു നിർത്താനുള്ള നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ട് ഇന്നത്തെ നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ രേഖപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.